ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഡോൾ ചെയ്യുന്നത് പെക്കിനി സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്താണ്. പക്ഷേ ഫ്രോക്ക് തൊട്ട് ഹെയർ വരെ ഞാൻ പെക്കിനി സ്റ്റിച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ സ്റ്റിച്ചസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 3-4 ഡിസൈൻസ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. പക്ഷെ നമുക്കത് റെക്കോർഡ് ബുക്കിലേക്ക് വെച്ച് നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതാ സ്റ്റിച്ചെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ബുക്കിലേക്ക് വെക്കാൻ ഒരു ഡിസൈനിൽ തന്നെ പെക്കിനി സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നമ്മളെ ട്രേസിങ് പേപ്പറിൽ നമ്മളുടെ ഡിസൈൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാം. ഞാൻ ഇവിടെ 4 സൈഡും ഞാൻ പിൻസൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷോപ്പിൽ നിന്ന് നമുക്കിങ്ങനെ പിൻസിൻ്റെ ഒരു ബോക്സ് കിട്ടും. ഒരു ബോക്സിന് ആകെ 10 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പിൻസൊക്കെ നല്ല ഇതിലാക്കി വെക്കാൻ പറ്റും. നമുക്ക് നമ്മളുടെ ഡിസൈൻ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാം. പിന്നെ നമ്മൾ പിൻസ് ഇവിടെ വെക്കുന്നത് നമ്മൾ ഇപ്പോൾ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തെറ്റിയൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മളെ ഡിസൈൻ അവിടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പിൻ വെച്ചില്ലെങ്കിൽ ഇപ്പോൾ ഡിസൈൻ മാറിപ്പോകും. പിന്നെ നമ്മൾ വീണ്ടും ട്രേസ് ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പോൾ നമുക്ക് അത് പാടാം. അപ്പോൾ നമുക്ക് പിൻസ് വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഡിസൈൻ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പിക്ചർ നമ്മൾ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മളുടെ പിൻസൊക്കെ റിമൂവ് ചെയ്യാം. നമ്മളുടെ പിക്ചർ ഇവിടെ റെഡിയായി. നമുക്കിത് പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നമ്മളുടെ ഡിസൈൻ ഇവിടെ റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് ബ്ലൂവും പിങ്കും ആണ്. ബ്ലൂ ബാക്ക് സ്റ്റിച്ച് ചെയ്യാനും പിങ്ക് പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാനും. ഇപ്പോൾ ബ്ലൂ പിങ്ക് കോമ്പിനേഷനാണ് ഞാൻ ഇപ്പോൾ ഈ ഡോളിൻ്റെ ഫ്രോക്കൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നീഡിൽസ് നമുക്ക് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ നീഡിൽ കോമ്പാക്റ്റ് വാങ്ങിക്കാൻ കിട്ടും 25 പീസിൻ്റെ. ഇത് 5 to 9 നമ്പർ നീഡിൽസ് ഉള്ള കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇതിന് 25 പീസസ് നീഡിൽസ് ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ അതിൽ വരുന്ന ഏറ്റവും ബിഗസ്റ്റ് നമ്പറായിട്ട് വരുന്ന 9th നീഡിൽ. ക്യാമറയിൽ ഇതിൻ്റെ ഹോൾ കാണുമോയെന്ന് അറിയില്ല. ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള ഹോൾ. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ 12 സ്റ്റാൻഡ്സ് വരെ ഒക്കെ നല്ല കട്ടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് 12 സ്റ്റാൻഡ്സ് വരെ ത്രെഡൊക്കെ നമുക്ക് ഇതിലേക്ക് കയറ്റാൻ പറ്റും. നമുക്കിവിടെ ബാക്ക് സ്റ്റിച്ച് ആദ്യം ചെയ്യാം. ഇവിടെ ബ്ലൂ കളറാണ് ഇപ്പോൾ ബ്ലാക്ക് സ്റ്റിച്ചിന് എടുത്തത്. 6 സ്റ്റാൻഡ്സ് എടുത്തിട്ട് ഒരു സൈഡ് മാത്രമാണ് ഞാൻ കെട്ടിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തുനിന്ന് കുത്താം. ഈ പെക്കിനീസ് ബാക്ക് സ്റ്റിച്ചൊക്കെ ചെയ്യണ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
ബാക്ക് സ്റ്റിച്ചോടെ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഡോള് ഇവിടെ പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക് സ്റ്റിച്ച് മൊത്തം ബ്ലൂ ആണ് ഫ്രോക്കിൻ്റെ എടുത്തത്. പിന്നെ പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് പിങ്ക് വെച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വേറൊരു ഷെയ്ഡാണ് കൊടുത്തത്. ബ്ലൂവിൽ ഗോൾഡൻ കളർ വെച്ചിട്ടാണ് ഞാൻ പെക്കിനീസ് ചെയ്തത്. ഈ ടോപ്പിൻ്റെ പോർഷനോട് ഞാൻ ഇവിടെ ഫുൾ ഗോൾഡാണ് എടുത്തത്. ഈ ബാക്ക് സ്റ്റിച്ചും പെക്കിനീസും ഞാൻ ഗോൾഡ് തന്നെയാണ് എടുത്തത്. ഈ ഹാൻഡ് പോർഷനും ഫേസിൻ്റെ ഈ ഒരു ഔട്ട്ലൈനും ഞാൻ ബ്ലാക്ക് കളറാണ് ചെയ്തത്. പിന്നെ ഇവിടെ ഒരു ഷൂ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഞാനൊരു ബ്രൗൺ കളറാണ് ഈ ഷൂവിന് കൊടുത്തത്. ഞാൻ ഇവിടെ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഹെയറിൽ ഞാൻ ഫുൾ ബ്ലാക്ക് എടുത്തിട്ട് പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്ത ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രോക്കും ഹെയറൊക്കെ പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ ഐയും ലിപ്പും ഹാൻഡും മാത്രം ഞാൻ പെക്കിനീസ് ബാക്ക് സ്റ്റിച്ചിൽ തന്നെ വരുന്ന ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഇപ്പോൾ സ്മോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല പെക്കിനീസ് ബാക്ക് സ്റ്റിച്ച് ആണെന്ന്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പെക്കിനീസ് ബാക്ക് സ്റ്റിച്ചിൽ വരുന്നത് തന്നെയാണ് നമ്മൾ ചെയ്തത്. ബാക്ക് സ്റ്റിച്ച് അതിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എൻ്റെ എല്ലാ വീഡിയോസിൽക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എല്ലാവരും ചെന്ന് കാണണം. അപ്പോൾ ഞാൻ എല്ലാം ബേസിക് സ്റ്റെപ്സും ബിഗിനേഴ്സിന് പറ്റുന്ന എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ഞാൻ അതിൽ കാട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി